Hello friends, Crafty Company Malayalamത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു കാരം ബോർഡ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലൈവുഡ് ഉപയോഗിക്കാതെ വെറും മുളയും അതേപോലെ തന്നെ പഴയ ന്യൂസ് പേപ്പറും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കാരം ബോർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ മുളയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു മുളയെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ടാപ്പ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ട് ആ സ്റ്റാൻഡിൻ്റെ സൈസിന് അനുസരിച്ചിട്ടാണ് ഞാനിവിടെ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വേണമെങ്കിൽ ബോർഡ് ഉണ്ടാക്കാം. അപ്പോൾ എനിക്കവിടെ 75 സെൻറ്റിമീറ്ററാണ് കിട്ടിയിട്ടുള്ളത് അളന്നപ്പോൾ. അപ്പോൾ ആ 75 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എല്ലാ മുളയെയും ഞാൻ 75 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ആക്സോ ബ്ലേഡോ മറ്റോ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മുളയെയും ഇതേപോലെ തന്നെ 75 സെൻറ്റിമീറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ മുളയെയും ഇതേപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇതുപോലെ സൈഡൊക്കെ കറക്റ്റായിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുശേഷം അതിൽ ഏറ്റവും തടിയുള്ള 3 മുളയെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ മുള കഷ്ണങ്ങളെ നടുവിൽ കൂടിയിട്ട് നമുക്കൊന്ന് കഷ്ണം കഴിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കത്തിയോ മറ്റോ ഉപയോഗിച്ചിട്ട് കഷ്ണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ആ മുളയെ. അങ്ങനെ ആ 3 കഷ്ണങ്ങളിൽ നിന്നും 6 കഷ്ണങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് വെച്ച് നോക്കാം നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ. സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നമില്ല, നിലത്ത് വെച്ചാലും മതി. സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്, സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള ഇതേപോലുള്ള ബാക്കി കഷ്ണങ്ങളെയും നമുക്ക് ഇതേപോലെ തന്നെ നടുവിൽ കൂടി കീറിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കീറിയാൽ ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും അതിനെ നമുക്കൊന്നുകൂടി കീറിയെടുക്കാം. അതായത് ഒരു മുളയെ 4 കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ആ പകുതി മുറിച്ചതിനെയും ഇതേപോലെ തന്നെ 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളവയെയും നമുക്ക് ഇതേപോലെ കീറിയെടുക്കാം. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതേപോലെ 4 കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല, 2 കഷ്ണങ്ങളാക്കിയാൽ മതി. ഏകദേശം ഇത്ര തടിയെങ്കിലും നമുക്ക് വേണം. അടുത്തതായിട്ട് ഇതുപോലെ മുള്ളാണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാം. ഒരു വടിയോ മറ്റോ എടുത്തതിന് ശേഷം അതിനുശേഷം മുള്ളാണി ഉപയോഗിച്ച് ഇതേപോലെ അതിൻ്റെ 2 സൈഡിലും ഒന്ന് അടിച്ചു കൊടുക്കാം ആണി. അപ്പോൾ ഇത് ഇങ്ങനെ 2 സൈഡിൽ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഇളകിയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറുഭാഗത്തും അതേപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നടുക്കൊക്കെ അണി അടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇളകിയിട്ട് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആദ്യം 2 സൈഡിലും നമ്മൾ അടിച്ചു കൊടുത്തു. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ നടുവിലുള്ള അതായത് ആ 6 മുളയിലേക്കും ഇത് ആണി വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഇതേപോലെ തന്നെ നടുവിലും ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. അടുത്തടുത്തൊക്കെ വെച്ചിട്ട് മുള ഇതേപോലെ തന്നെ ആണി അടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു പലക രൂപത്തിലായിരിക്കും നമുക്ക് ഇത് കിട്ടുക. കറക്റ്റായിട്ടും ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവ് തന്നെ ആയിരിക്കുമോ അത് ഉണ്ടാവുക എന്ന്. അപ്പോൾ എനിക്കിവിടെ 75 സെൻറ്റിമീറ്ററാണ് 2 ഭാഗത്തേക്ക് അളന്നപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ 75 സെൻറ്റിമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഏത് അളവാണോ എടുക്കുന്നത് അതായിരിക്കണം അവിടെ കിട്ടുന്നത്. അടുത്തതായിട്ട് ഞാൻ ഈ സൈഡിലുള്ള 2 മുളയുടെ കഷ്ണങ്ങൾ അടർത്തിയെടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും അടർത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതേപോലെ ഒരു 50 mm ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരംസ് കളിക്കുമ്പോൾ ആ കോയിൻസ് വീഴുന്ന ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ 50 mm PVC പൈപ്പ് ഉപയോഗിച്ച് ഇതുപോലൊരു വട്ടം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ആക്സോ ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ആ വട്ടം വരച്ചതിൽ കൂടിയിട്ട് മുറിച്ചെടുക്കാം. അത് മുറിച്ചെടുക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ സൈഡിലുള്ള 2 കഷ്ണങ്ങൾ ഞാൻ അടർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പതിയെ അത് അടർത്തിയെടുക്കാം. നമുക്ക് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതായത് ഓരോ പ്രാവശ്യം ചെയ്ത ശേഷവും ഈ പൈപ്പ് അതിൻ്റെ അകത്തേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും നമുക്ക് ഇതേപോലെ മുറിക്കാം. കണ്ടോ, ഇവിടെ മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള 3 ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ആ പൈപ്പിനെയും ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്.
ഇതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കറക്റ്റ് 5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ അകത്തെ നീളം വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ അടർത്തിയെടുത്തിട്ടുള്ള ആ മുളയുടെ കഷ്ണങ്ങൾ കൂടി അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ആ പൈപ്പ് വെച്ചതിന് ശേഷം ആ അടർത്തിയെടുത്ത മുള കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ലൂസാണ്, വളരെ എളുപ്പത്തിൽ ഇളകിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, അതിനു മുമ്പ് ഇത് 1 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ MC-യിലാണ് എടുത്തിട്ടുള്ളത്. MC-യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള MC-യിൽ ഇതുപോലെ എടുത്ത് ആ ഉയർത്തി വെച്ചിട്ടുള്ള പൈപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്ററോ ഉയർത്തി വെച്ചാൽ മതിയാവും പൈപ്പ്. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ആ MC-യിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇളകിപ്പോകാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇതേപോലെ 4 ഭാഗത്തും ഞാൻ MC-യിൽ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പേപ്പർ ഒട്ടിക്കാനുള്ള പശയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇതിനായിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയും വെള്ളവും മാത്രം മതിയാവും. അതിൽ കുറച്ചുകൂടി ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂണ് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോൾ നിർബന്ധമൊന്നുമല്ല, വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മുളയുടെ മുകൾ ഭാഗത്ത് നമുക്ക് മുഴുവനായിട്ടും ഈ ഉണ്ടാക്കിയെടുത്ത പശ ഇതുപോലെ ബ്രഷോ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് കട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മുഴുവൻ തേച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഇതേപോലെ അതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തടവി കൊടുക്കാം. അതായത് നന്നായിട്ട് ഒട്ടണം, അല്ലെങ്കിൽ അവസാനം ഈ പേപ്പർ ഇതിപ്പോൾ ഫസ്റ്റ് ഒട്ടിക്കുന്ന ലെയറാണ്, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഒട്ടിയിട്ടില്ല എങ്കിൽ അവസാനം അത് അങ്ങനെ അടർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടിക്കുമ്പോൾ തന്നെ ആ ഹോൾസൊക്കെ അവിടെ കൈ കൊണ്ടോ മറ്റോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അവസാനം വീണ്ടും നമ്മളത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒരു 6-7 ലെയർ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. ഇപ്പോൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അതേ അളവിലുള്ള ഒരു കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാർഡ്ബോർഡ് റെട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പൈപ്പ് വരുന്ന ആ ഭാഗത്തും ഇതേപോലെ തന്നെ വട്ടം വരച്ചിട്ടുണ്ട്. ആ വട്ടം ഇതേപോലെ കത്രികയോ ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് ഇതേപോലെ ഒരു ഹോൾസാക്കി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഹോൾസ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനെ മറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പിറകു ഭാഗത്ത് വീണ്ടും നമുക്ക് ആ ഉണ്ടാക്കി വെച്ച പശ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അതും അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ആ ഹോൾസിന് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ ഒന്ന് അമർത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. ആ പശ ആ റെട്ടും പേപ്പറും തമ്മിൽ നന്നായി ഒട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കാം. അതിനുശേഷം ഇവിടെ പേപ്പർ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് തടിയൊക്കെയുള്ള പേപ്പർ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ആ റെട്ടിൻ്റെ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ ടാപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തും ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ഈ ഒട്ടിച്ച റെട്ടിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ പശ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ പശ കുറച്ചധികം തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 5-6 ലെയർ പേപ്പർ നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ എയറൊന്നും വരാൻ പാടില്ല. കൈ കൊണ്ടൊന്ന് തടവുന്നത് നന്നായിരിക്കും ഒട്ടിച്ചതിന് ശേഷം. അപ്പോൾ നമ്മുടെ ആ ഏറ്റവും താഴെയുള്ള മുളയുടെ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഹമ്പ് പോലുള്ള ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ക്യാരം ബോർഡിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പരമാവധി ചുളിവൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങുന്നതിനായിട്ട് കാത്തിരിക്കാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ അതിൻ്റെ സൈഡൊക്കെ പേപ്പർ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. 4 സൈഡും ഇതേപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ആ പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗത്ത് ഇതേപോലെ തന്നെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്തും നന്നായിട്ട് വട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇതുപോലെ വീട്ടിലുണ്ടായിരുന്ന പഴയ മേശയുടെയൊക്കെ കഷ്ണങ്ങളാണിത്. അപ്പോൾ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് മുള തന്നെ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്.
ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ മരം ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മുള എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ 67 സെൻറ്റിമീറ്ററാണ് എനിക്ക് 2 ഭാഗത്ത് അളന്നപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 67 സെൻറ്റിമീറ്റർ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് അറാൾട്ടൈറ്റ് ആണ്. ഇതിന് 40 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും, പകുതി തന്നെ വേണ്ടി വരില്ല, വളരെ കുറച്ച് മതിയാവും. ഇതുപോലെ എന്തെങ്കിലും ബ്രഷോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് പശ തേച്ചതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അളന്ന് നോക്കി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് നമ്മുടെ വേണ്ട അളവ് സമചതുരാകൃതിയിലാണ് നമുക്ക് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ അളവ് 67 സെൻറ്റിമീറ്റർ 2 ഭാഗത്തും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എനിക്കിവിടെ 67 ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പശ തേക്കാം. അപ്പോൾ പശ അല്ലാതെ ആണി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പേപ്പറൊക്കെ കീറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പശ തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. ചാർട്ട് പേപ്പറിൻ്റെ ഏറ്റവും മിനുസമുള്ള ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിലാണ് നമുക്കിവിടെ വെക്കേണ്ടത്. ആ അളവിന് ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പേപ്പറിലേക്ക് ഒന്ന് പശ തേച്ച് കൊടുക്കണം. പശ തേക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ പശ തേക്കുന്നിടത്ത് മുഴുവനും പശ തേക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു സ്ഥലം പോലും വിടാൻ പാടില്ല, അതുപോലെ പശ തേക്കുക. കാരണം ആ വിട്ടിട്ടുള്ള സ്ഥലത്ത് എയർ കയറുകയും നമ്മുടെ ഒട്ടിക്കുന്ന ചാർട്ട് പേപ്പർ ചുളുങ്ങാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ മുഴുവനായിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതും ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വാർണിഷ് കൊടുത്തിട്ടുണ്ട് ഈ മരത്തിന്. അതായത് കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്, നിർബന്ധമില്ല കാര്യമല്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗത്ത് ഇതേപോലെ തന്നെ ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് ആ ചാർട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ക്യാരം ബോർഡിൻ്റെ ഏറ്റവും മുകളിലെ പാളിയാണ്. അപ്പോൾ ഈ വളരെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്ത് ഞാൻ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അവിടെ ആ ഡിസൈൻ, ക്യാരംസിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അതൊന്ന് വരച്ചെടുക്കണം. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഡിസൈനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നോക്കി വരച്ചാൽ മതി. വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പെൻസിൽ ഉപയോഗിച്ച് വരക്കുക. അതിനുശേഷം മാത്രം CD മാർക്കറോ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറോ സ്കെച്ചോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് വരക്കാം. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുന്നതിലൊക്കെ കുറച്ച് പിറകിലോട്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വിവേകേട്ടനാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. വിവേകേട്ടൻ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കറുപ്പും അതേപോലെ തന്നെ ചുവപ്പും നിറത്തിലുള്ള കളറുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിരവധി ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ വേണ്ട ഡിസൈൻ ചെയ്യാം. അപ്പോൾ നല്ല ഒരു ഒറിജിനാലിറ്റി ഈ ബോർഡിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കടയിൽ നിന്ന് വാങ്ങിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഉള്ളതും. അപ്പോൾ ഇതിനാകത്തിൽ ചിലവ് വന്നിട്ടുള്ളത് 80 രൂപ മാത്രമാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത്. കുറച്ച് മിനുസൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൗഡറോ അല്ലെങ്കിൽ ഒറിജിനൽ കാരം പൗഡറോ മറ്റോ ഉപയോഗിക്കാം നമുക്ക്. അതായത് വെറും മുളയും അതേപോലെ തന്നെ പഴയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒപ്പം ഇതുപോലെ ചാർട്ട് പേപ്പറും പഴയ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 800 രൂപ മുതൽ 1200 രൂപ വരെയാണ് കടകളിലൊക്കെ ഈ സൈസിലുള്ള ക്യാരം ബോർഡിൻ്റെ വില. അത് നമ്മളിപ്പോൾ ഇവിടെ 80 രൂപയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് സുഖമായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫ് ഇതാണ്, അളവുകളൊക്കെയുള്ള ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.